ഹലോ ഗായത്രി മാഡം, വെൽക്കം ടു VMC മലയാളമ്മ. ഇപ്പോൾ VMC മലയാളത്തിൽ വന്ന് ആനാപാനസതി ധ്യാനം ചെയ്യാൻ തുടങ്ങിയിട്ട് ഗായത്രി മാഡത്തിൽ എന്തൊക്കെ മാറ്റം വന്നേ? പരമഗുരു പത്രജിക്കും സീമാജിക്കും സുഭാഷിക്കും എല്ലാ മാസ്റ്റേഴ്സിനും ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു. എനിക്ക് ഞാൻ VMC ഒരു ദിവസം ഇങ്ങനെ വെറുതെ യൂട്യൂബ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ സീമാജിയുടെ ഷോർട്ട് വീഡിയോ കയറി വരികയോ ചെയ്തത്. അപ്പോൾ അതിൽ മാംസാഹാരം ഉപേക്ഷിക്കണം എന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. ഇത് കണ്ട് ഞാനത് ശ്രദ്ധിച്ചു, ലൈക്കും ചെയ്തു. പിന്നെ അതങ്ങ് മറന്നുപോയി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതുപോലെ വീണ്ടും വന്നു, വീണ്ടും ഇത് തന്നെ പറഞ്ഞു. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഹൃദയത്തിൽ വല്ലാത്തൊരു ഒരു അടുപ്പം തോന്നി സീമാജിയോടെ. ഇവിടെ പെട്ടെന്ന് ഉള്ളിൽ കുറേ കാലമായിട്ട് പരിചയമുള്ള ഒരാളോട് തോന്നുന്ന ഒരിതാണ് ആദ്യം ഉണ്ടായത്. പിന്നെ ഞാൻ ഒരു 2 ആഴ്ചക്കുള്ളിൽ ഞാൻ മെഡിറ്റേഷൻ തുടങ്ങിയപ്പോൾ ആദ്യം നല്ല അനുഭവങ്ങളായിരുന്നു. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. വെജിറ്റേറിയൻ ആയി. അതാണ് ചെയ്തത് അല്ലേ? വെജിറ്റേറിയൻ ആവാൻ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. ഭർത്താവ് വാങ്ങിക്കൊണ്ട് വരും, മക്കളും അത് കുക്ക് ചെയ്യും. അപ്പോൾ ഞാൻ കഴിക്കാതിരുന്നപ്പോൾ എനിക്ക് ഒരു ദിവസം കഴിക്കാൻ ഇത് വല്ലാത്ത ടെൻഡൻസി തോന്നി. അപ്പം മോള് പറഞ്ഞു, അമ്മ ഇന്നും കൂടി കഴിക്കുക, ഇനി മുതൽ വേണ്ടെന്ന് വെക്കാം. അപ്പം ഞാൻ പറഞ്ഞു 2 ആഴ്ചയോളമായി ഞാനിത് ചെയ്തു തുടങ്ങിയിട്ട്. അപ്പം ഞാൻ എന്നോട് തന്നെ ഞാൻ ചെയ്യുന്ന ഒരു തെറ്റല്ലേ അപ്പോൾ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു. അപ്പം മോള് എന്നാൽ ഇന്നും കൂടി കഴിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ പാകം ചെയ്ത് എടുത്തു വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്രയും ദിവസം ഈ 2 ആഴ്ച ഞാൻ ചെയ്ത മെഡിറ്റേഷൻ കൊണ്ട് എനിക്ക് എന്തെങ്കിലും എനിക്കൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കിത് കഴിക്കാൻ തോന്നില്ല എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. അത് കഴിഞ്ഞ് മോൾ അവിടെ ഇരുന്ന് കഴിച്ചു. എനിക്ക് ഒന്നും തോന്നിയില്ല, അതെന്താണെന്ന് പോലും എനിക്ക് തോന്നിയില്ല, കഴിക്കാനേ തോന്നില്ല. പിന്നെ എനിക്ക് എൻ്റെ ശരീരത്തിലൂടെ എനർജി വന്നതെല്ലാം നല്ലോണം മനസ്സിലായി. എൻ്റെ ജോയിൻറ്റ് പെയിൻ ആയിരുന്നു, ജോയിൻറ്റ് പെയിൻ, തലയ്ക്ക് ഭാരം. എനിക്ക് കൊറോണ കഴിഞ്ഞ പിന്നെ എപ്പോഴും ഞാൻ കസേരയിൽ വെറുതെ ഇരിക്കുകയുണ്ടായിരുന്നുള്ളൂ. മക്കൾ പോയി കഴിയുമ്പോൾ, എല്ലാവരും ജോലിക്കും പോയി കഴിയുമ്പോൾ ഞാൻ തന്നെയുള്ളൂ. വീട്ടുപണികൾ കംപ്ലീറ്റ് ആക്കാൻ എനിക്ക് പറ്റില്ല. പകുതി ചെയ്ത് കഴിഞ്ഞ് മടുക്കും, പോയിരിക്കും, വെറുതെ യൂട്യൂബിൽ എന്തെങ്കിലും കോമഡി വീഡിയോസൊക്കെ ആയിരിക്കും കാണുന്നത്, അങ്ങനെ ഇരിക്കും. പിന്നെ നാമജപം ശരിക്കും ഉണ്ടായിരുന്നു. ഗുരുവായൂരപ്പനെ തന്നെ പ്രാർത്ഥിച്ചിട്ട് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് എനിക്ക് സീമാജിയെ കണ്ടുമുട്ടാൻ സാധിച്ചത്. അത് ഞാൻ എപ്പോഴും പറയും. ഞാൻ ഗുരുവായൂരപ്പൻ്റെ പോയി ഇതുവരെ ഭഗവാനെ കാണാൻ സാധിച്ചിട്ടില്ല, എങ്കിലും വീട്ടിലിരുന്ന് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കും. എല്ലാവരിലും ഭഗവാനെ കാണൂ, എല്ലാത്തിലും ഭഗവാനെ കാണൂ. അതെ. അപ്പോൾ അങ്ങനെ അതിൽ പിന്നെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് മാംസാഹാരം ഉപേക്ഷിക്കാൻ സാധിച്ചു. എൻ്റെ മോളും പെട്ടെന്ന് തന്നെ മോൾക്ക് അമ്മ കഴിച്ചോ, ഞാൻ നിർത്തുമൊന്നുമില്ലെന്ന് പറഞ്ഞ ആള് ഞാൻ സീമാജിയുടെ ഒരു വീഡിയോസ് കാണിച്ചു കൊടുത്തത് അന്ന് നിർത്തിയ ആള്. ശവക്കറികൾ കഴിച്ചുകൊണ്ട് നടക്കുന്ന ശ്മശാനത്തിന് തുല്യമാണ് നിങ്ങളുടെ ഓരോ ശരീരവും ഇങ്ങനെ കഴിക്കുന്നതെന്ന് പറഞ്ഞ് ആ വീഡിയോ കണ്ട് അന്ന് മോളത് ഉപേക്ഷിച്ചു. എന്ത് ജന്മസംസ്കാര കുട്ടി. ലവ് യു ബേബി, ലവ് യു ഉമ്മ ഉമ്മ ഉമ്മ. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് എൻ്റെ കാലിന് നീരുണ്ടായിരുന്നു, വെരിക്കോസ് വെയിൻ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. ഇനി എനിക്കൊരു അലർജിയുടെ ഒരു പ്രശ്നം, അത് എനിക്ക് 7-8 വയസ്സിലുള്ളതാണ് അലർജി. അതിന്റെ കുറച്ചുകൂടി മാറാനുണ്ട്. ഏറ്റവും പഴക്കം ചെന്നത് മാത്രമാണ് ഇപ്പൊ മാറാൻ നിൽക്കുന്നത്. ജോയിന്റ് പെയിൻ ഒക്കെ കുറഞ്ഞു. എനിക്ക് 5 വയസ്സിൽ എൻ്റെ കൈ ഒടിഞ്ഞതാണ്, സ്റ്റീൽ ഇട്ടേക്കണെയാണ്. ഭർത്താവ് കല്യാണത്തിന് ശേഷം ഭർത്താവ് കൊണ്ടുപോയി 2 ഓപ്പറേഷനും കൂടി ചെയ്തു. കൈ മുഴുവൻ പൊങ്ങത്തില്ല, എങ്കിലും ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേദനയൊക്കെ കുറഞ്ഞു. ഒരുപാട് സന്തോഷം. പിന്നെ എല്ലാവരോടും ക്ഷമിക്കാനും, ഭർത്താവിനോടും ഭർത്താവിന്റെ വീട്ടുകാരോടും ക്ഷമിക്കാനും, അവരെ നമ്മുടെ ആ ആത്മസ്വരൂപത്തിലുള്ള അവര് തന്നെ കാണാനും എല്ലാം സാധിച്ചതിൽ ഒരുപാട് നന്ദി. ഞാൻ എന്നെ തന്നെ രക്ഷിച്ചെടുക്കുകയോ ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ ഈ ചിന്തകൾ കൊണ്ട് ഞാൻ തന്നെ നശിച്ചു പോയേനെ. എല്ലാവരോടുള്ള വൈരാഗ്യം, വെറുപ്പ്, അതെല്ലാം എന്നെ തന്നെ കിടന്ന് ഒരു മരം ഇങ്ങനെ ചെതുക്ക് പിടിച്ചു പോകും എന്ന് പോകുന്നത് പോലെ നമ്മൾ നശിച്ചു പോകും. നമ്മുടെ ഉള്ളിൽ വെറുപ്പ്, വിദ്വേഷം കൊണ്ട് നമ്മളാണ് നശിക്കുന്നത്. അതെ. അതിൽ നിന്ന് രക്ഷിച്ചെടുക്കും. എനിക്ക് എന്തോരം നന്ദി പറഞ്ഞാലും മതിയാവില്ല ഒരിക്കലും. എത്ര കാലമായി ധ്യാനം ചെയ്യുന്നത്? 1 വർഷമായുള്ളൂ. 1 വർഷത്തിലാണ് ഇത്രയും മാറ്റം? അതെ. എനിക്ക് വെരിക്കോസ് വെയിൻ, എൻ്റെ ഈ വലതുകാലിൽ വെരിക്കോസ് വെയിൻ വന്നിട്ട് വല്ലാതെ ഞരമ്പ് തടിച്ച് പൊങ്ങി നിൽക്കുമായിരുന്നു. അതൊക്കെ താണു പോയിപ്പോൾ. പിന്നെ നീല നിറത്തില് ഞരമ്പുകൾ ചുറ്റിപ്പണഞ്ഞ് കാലിലെല്ലാം നീല നിറത്തിലുണ്ടായിരുന്നു. അതൊക്കെ മാറിയ നിറമൊക്കെ കുറഞ്ഞു. അങ്ങനെ ഒരുപാട് സന്തോഷം സീമാജി കാണാൻ പറ്റിയല്ലോ. ഒത്തിരി സന്തോഷം. ലവ് യു. താങ്ക് യു. എനിക്ക് താങ്കളെ കാണാൻ പറ്റിയത് എനിക്ക് ഒരുപാട് സന്തോഷം. സൗഭാഗ്യം, ഞാൻ ചെയ്ത സൗഭാഗ്യം അതൊക്കെ. ഓക്കെ, ലവ് യു ഗായത്രി മാം. താങ്ക് യു.